എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഗിരീശൻ. കഥാനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു സ്റ്റോറി ടൈം. വെൽക്കം ടു സ്റ്റോറി ടൈം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് അഹിംസയാണ് പരമമായ ധർമ്മം. അഹിംസയാണ് പരമമായ ധർമ്മം. ഇതിഹാസങ്ങളുടെ ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആപ്തവാക്യങ്ങളിലൊന്നാണ് അഹിംസയാണ് പരമമായ ധർമ്മം എന്നുള്ളത്. ഈ ആധുനിക ലോകം കേൾക്കേണ്ടതും അതുതന്നെ. അഹിംസയാണ് പരമധർമ്മം എന്ന ആപ്തവാക്യത്തെ അർത്ഥപൂർണമാക്കുന്ന ഒരു കഥ കേട്ടോളൂ. മഹാഭാരതത്തിൽ നിന്നുള്ള കഥയാണിത്. രുരു എന്ന ഒരു മുനികുമാരനുണ്ട്. അപ്സരസുകളെ വെല്ലുന്ന സൗന്ദര്യത്തിടമ്പായ പ്രമദ്വരയെ മുനികുമാരനായ രുരു പ്രണയിക്കുന്നു. ആരാണ് രുരു എന്നല്ലേ? രുരു പ്രമതിയുടെ പുത്രനാണ്. പ്രമതിക്ക് ഹൃദാജി എന്ന ദേവനർത്തകിയിൽ ഉണ്ടായ പുത്രൻ. ജ്ഞാനബലം കൊണ്ടും ദേഹബലം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആരെയും ആകർഷിക്കുന്ന മുനികുമാരൻ. രുരുവിന് പ്രമദരയിൽ സ്നേഹമുണ്ടായത്, പ്രണയമുണ്ടായത് അതിശയിപ്പിക്കുന്ന ഒന്നല്ല. പ്രമദര അത്രയും സുന്ദരിയാണ്. ഗന്ധർവനായകനായ വിശ്വാവസുവിൽ അപ്സരകന്യകയായ മേനകയിൽ ഉണ്ടായ പുത്രിയാണ് പ്രമദ്വര. പിന്നെ എങ്ങനെ പ്രമദ്വരയ്ക്ക് സൗന്ദര്യമില്ലാതിരിക്കും? തപശക്തിയും വ്രതശുദ്ധിയും ഉള്ള രുരുവിൻ്റെ മനസ്സിലെ വിശ്വൈക സുന്ദരി. എന്തായാലും രുരുവിന് പ്രമദ്വരയെ കൂടാതെ ജീവിക്കാൻ വയ്യെന്ന അവസ്ഥയായി. പ്രമദ്വരയെ എടുത്തു വളർത്തിയത് സകല വിദ്യാവിശാരദനായ ഋഷി സ്ഥൂലകേശനാണ്. സ്ഥൂലകേശന്റെ വളർത്തു പുത്രിയാണ് പ്രമദ്വര. സ്ഥൂലകേശ ഋഷിയെ രുരു മുനികുമാരൻ തൻ്റെ ആഗ്രഹം അറിയിക്കുന്നു. സ്ഥൂലകേശ മഹർഷിക്ക് പ്രമദ്വരയെ രുരുവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതവുമായി. അതിഗംഭീരമായ വിവാഹ ചടങ്ങുകൾ നടന്നു. വിധിയാംവണ്ണമുള്ള വിവാഹ നിശ്ചയവും നടന്നു. പക്ഷേ വിവാഹത്തിൻ്റെ തലേ ദിവസം സഖികളുമായി ആർത്തുല്ലസിച്ച് ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഒരു വിഷപ്പാമ്പ് പ്രമദ്വരയെ കടിക്കുന്നു. പാമ്പ് ഓടി വന്ന് കടിച്ചതല്ല. പ്രമദ്വര അറിയാതെ വിഷപ്പാമ്പിനെ ചവിട്ടിയതാണ്. വിഷമേറ്റ പ്രമദ്വര അധികം വൈകാതെ കാലഗതി പ്രാപിക്കുന്നു. ഈ വിവരം സ്ഥൂലകേശ മഹർഷിയെയും മറ്റു ഗുരുജനങ്ങളെയും ഋഷിമാരെയും ദുഃഖത്തിൻ്റെ കടലിൽ ആഴ്ത്തി. രുരുവിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതീവ ദുഃഖിതനായ രുരു പ്രമദ്വരയുടെ ജീവൻ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചു. കടുത്ത തപസ്സിലും കടുത്ത വ്രതശുദ്ധിയിലും പ്രമദ്വരയുടെ ജീവൻ കിട്ടാൻ വേണ്ടി രുരു തൻ്റെ തപസ് അനുഷ്ഠിച്ചു. അവസാനം യമദേവനെ പ്രത്യക്ഷപ്പെടുത്തി. യമദേവനോട് രുരു തൻ്റെ പ്രമദ്വരയെ തിരിച്ചു തരാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ നിസ്സഹായനായ യമദേവൻ പറയുന്നു, പ്രമദ്വര മരിച്ചത് അവളുടെ ആയുസ് തീർന്നിട്ടാണ്. ഒരിക്കലും ആയുസ് തീർന്ന് മരിച്ചവരെ തിരിച്ചു തരാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ആഗ്രഹം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നാണ് യമദേവൻ പറഞ്ഞത്. രുരു തയ്യാറായില്ല. വീണ്ടും കഠിന തപസ്സുകൊണ്ട് യമദേവനോട് അപേക്ഷിച്ചു. എങ്ങനെയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട പ്രമദ്വരയെ തിരിച്ചു നൽകണം. അവസാനം യമദേവൻ ഒരു ഉപായം കണ്ടെത്തി. രുരുവിൻ്റെ ആയുസ്സിൽ പകുതി പ്രമദ്വരയ്ക്ക് ദാനം ചെയ്യുകയാണെങ്കിൽ അത്രയും കാലം അവളെ ജീവിപ്പിക്കാമെന്ന് യമദേവൻ സമ്മതിച്ചു. ആ കരാറ് പ്രകാരം യമദേവൻ പ്രമദ്വരയെ രുരുവിന് തിരിച്ചു കൊടുത്തു.
വിധിയാംവണ്ണം ആഘോഷപൂർവം ആനന്ദത്തോടുകൂടി പ്രമദരയെ രുരു വിവാഹം കഴിച്ചു. അവർ ജീവിതം തുടങ്ങി. സുഖമായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ എവിടേക്ക് പുറത്തിറങ്ങുമ്പോഴും രുരു കയ്യിലൊരു വടി കരുതും. കാരണം തൻ്റെ പ്രിയപ്പെട്ടവളെ കടിച്ചു കൊന്ന പാമ്പുകളെ തനിക്ക് വെറുപ്പാണ്. സകല നാഗങ്ങളെയും, ലോകത്തിലുള്ള സകല ഉരകങ്ങളെയും അദ്ദേഹം വെറുത്തു. താൻ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ കയ്യിൽ കരുതുന്ന വടി ഉപയോഗിച്ച് കാണുന്ന എല്ലാ പാമ്പുകളെയും എല്ലാ നാഗങ്ങളെയും അദ്ദേഹം അടിച്ചു കൊന്നു. ആ പ്രവൃത്തി നിർബാധം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു വിരോധവുമില്ലെങ്കിലും പാമ്പുകളെ കണ്ടാൽ അടിച്ചു കൊല്ലുക രുരുവിൻ്റെ ഒരു വിനോദം തന്നെയായി. ഒരു ദിവസം രുരു വടിയുമായി പുറത്തിറങ്ങിയപ്പോൾ തൻ്റെ മുമ്പിൽ കണ്ടത് വൃദ്ധനായ ഒരു ചേരപ്പാമ്പിനെയാണ്. പതുക്കെ മെല്ലെ മെല്ലെ ഇഴഞ്ഞു പോകുന്ന ചേരപ്പാമ്പിനെ അടിച്ചു കൊല്ലാൻ വടി ഉയർത്തിയപ്പോൾ ചേരപ്പാമ്പ് പതുക്കെ പറഞ്ഞു, അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങ് എന്തിനാണ് എന്നെ കൊല്ലാൻ തുനിയുന്നത്? അങ്ങയോട് ഞാൻ ഒരു പാതകവും ചെയ്തിട്ടില്ല. പിന്നെന്തിനാണ് ദുർബലനും നിരാശ്രയനും വൃദ്ധനുമായ എന്നെ താങ്കൾ കൊല്ലാൻ ശ്രമിക്കുന്നത്? മുനികുമാരൻ പറഞ്ഞു, താങ്കളുടെ വർഗത്തിൽപ്പെട്ട ഒരു പാമ്പാണ് പ്രമദരയെ കടിച്ചത്. അതുകൊണ്ട് ലോകത്തിലെ സകല പാമ്പുകളോടും എനിക്ക് വിരോധമാണ്, പകയാണ്, ക്രോധമാണ്. അതുകൊണ്ട് പാമ്പുകളെ കൊല്ലുക എന്നുള്ളത് എൻ്റെ ഒരു വ്രതമാണ്. ചേരപ്പാമ്പ് ഉറക്കെ ചിരിച്ചു. കഷ്ടം, ജ്ഞാനബലമുണ്ടായിട്ടും തപശക്തി ഉണ്ടായിട്ടും വിവേകം അങ്ങയ്ക്ക് തീരെയില്ല. ഞാനാണെങ്കിൽ ഒരു ചേരപ്പാമ്പാണ്, ഒട്ടും വിഷമില്ലാത്ത ഒരു ചേരപ്പാമ്പ്. എന്നെ എന്തിനാണ് നിങ്ങൾ കൊല്ലുന്നത്? ഞാൻ താങ്കളുടെ ശത്രുവുമല്ല, താങ്കളും ഞാനും തമ്മിൽ ഒരു വൈരാഗ്യവുമില്ല. പിന്നെ താങ്കൾ ഒരു സ്വാർത്ഥനാണ്. ലോകത്തിൽ എവിടെയൊക്കെയോ പാമ്പുകൾ മനുഷ്യരെ കടിക്കുന്നുണ്ട്, മനുഷ്യർ ചത്തുപോകുന്നുമുണ്ട്. താങ്കളുടെ ഭാര്യയെ ആ പാമ്പ് ഓടി വന്ന് കടിച്ചതല്ല. പാമ്പിനെ ചവിട്ടിയപ്പോൾ ജീവരക്ഷാർത്ഥം പ്രകൃതി അനുശാസിച്ച ഒരു മാർഗം ആ പാമ്പ് സ്വീകരിച്ചു എന്നേ ഉള്ളൂ, കടിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ലോകത്തിലെ എല്ലാ പാമ്പുകളെയും വെറുക്കുകയും നിരപരാധികളായ പാമ്പുകളെ കൊല്ലുകയും ചെയ്യുന്ന അങ്ങ് മുനികുമാരനാണെന്ന് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. അങ്ങ് ഓർത്തു നോക്കൂ, പ്രതികാരം കൊണ്ടോ കോപം കൊണ്ടോ ഈ ലോകത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമോ? എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ? അഹിംസയാണ് പരമധർമ്മമായി ഈ ലോകം സ്വീകരിക്കേണ്ടത്. കരുണയാണ് വിവേകികളായ മനുഷ്യർക്കുണ്ടാകേണ്ട ഏക വികാരം. കരുണ, അഹിംസയാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിരപരാധിയായ പാമ്പുകളെ കൊല്ലുന്നത് ഒരു മുനികുമാരന് ധർമ്മമാണോ? ലോകത്തിന് തന്നെ ധർമ്മമാണോ? മനുഷ്യർ മാത്രം ജീവിച്ചാൽ മതിയോ? ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. പാമ്പുകൾ അവർക്ക് വിധിച്ചിട്ടുള്ള ആഹാരം കഴിച്ച് ആരെയും ഉപദ്രവിക്കാതെയാണ് ജീവിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. തങ്ങൾക്ക് ശത്രുവാകുന്നു എന്ന് വിചാരിച്ച് ലോകത്തിലെ സകല ജീവജാലങ്ങളെയും കൊല്ലാൻ നടക്കുന്ന മനുഷ്യർ ചെയ്യുന്നത് നീതിയാണോ? ധർമ്മമാണോ? അത് ഹിംസയാണ്. പ്രപഞ്ചത്തിൻ്റെ ആധാരം തന്നെ നിലനിൽക്കുന്നത് അഹിംസയാണ്. പ്രിയപ്പെട്ട മുനികുമാരനായ താങ്കൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ജ്ഞാന സിദ്ധിയും വിവേകവും ബുദ്ധിയും ഉപയോഗിച്ചു നോക്കൂ. മനുഷ്യർക്ക് മാത്രമുള്ളതാണോ ലോകം? നിരപരാധികളെ കൊല്ലുന്നത് ധർമ്മമാണോ? അങ്ങ് ആലോചിച്ചു നോക്കൂ. ചേരപ്പാമ്പിൻ്റെ ആ വാചകങ്ങൾ, ആ അപേക്ഷകൾ ആ മുനികുമാരനെ ചിന്തയിലാഴ്ത്തി. മുനികുമാരൻ വല്ലാതെ ലജ്ജിച്ചുപോയി. മനുഷ്യനെന്ന് പേരുണ്ടായിട്ടും മനുഷ്യത്വം തീരെ ഇല്ലാതായ തന്നെപ്പറ്റി ഓർത്തപ്പോൾ അദ്ദേഹത്തിന് ലജ്ജ കൊണ്ട് തല കുനിക്കേണ്ടി വന്നു. തൻ്റെ കയ്യിലുണ്ടായ വടി അദ്ദേഹം ഉപേക്ഷിച്ചു. പിന്നീടൊരിക്കലും അദ്ദേഹം പാമ്പുകളെ ഉപദ്രവിച്ചിട്ടില്ല. പ്രമദരയുമായി ശിഷ്ടജീവിതം അദ്ദേഹം സന്തോഷത്തോടെ ജീവിച്ചു. ലോകം കേൾക്കേണ്ട ഒരു കഥയാണ്. ആധുനിക മനുഷ്യൻ സ്വീകരിക്കേണ്ട ഒരു ധർമ്മം അഹിംസയാണെന്ന് ഈ കഥ പറയുന്നു.
കഥ കേട്ട എല്ലാവർക്കും നമസ്കാരം. ലോകം കേൾക്കേണ്ട ഒരു കഥ, ആ കഥയുടെ സാരം ഇത്രയേ ഉള്ളൂ. അഹിംസയാണ് പരമമായ ധർമ്മം. ലോകത്തെ നിലനിർത്തുന്ന ഏക സാരം അഹിംസയാണ് പരമമായ ധർമ്മം. നമസ്കാരം.